തർക്കം തുടരുന്നതിനിടെ കൊച്ചി സീറ്റിൽ മുഹമ്മദ് ഷിയാസിന് മേൽക്കൈ. ദീപ്തി മേരി വർഗീസിന്റെ സാധ്യത പ്രതിസന്ധിയിലേക്ക്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ സമ്മർദ്ദമാണ് ഷിയാസിന് തുണയാകുന്നത്. അതിനിടെ ദീപ്തിയുടെ പേരിൽ ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും തയ്യാറാക്കി. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ തീരുമാനമായില്ല. ദില്ലിയിൽ കെ.പി.സി.സി അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തി. പെരുമ്പാവൂരിൽ അനുകൂല സാഹചര്യമെന്നും ദേശീയ നേതൃത്വത്തിൽ വിശ്വാസമുണ്ട് എന്നുമായിരുന്നു എൽദോസ് കുന്നപ്പള്ളിയുടെ പ്രതികരണം. സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുകയാണ്. സജോ, കൊച്ചി കലങ്ങിയിട്ടേ ഉള്ളൂ, തെളിഞ്ഞിട്ടില്ല. എന്താണ് രണ്ടുപേരും തയ്യാറെടുപ്പിലുമാണ്. ദീപ്തി മേരി വർഗീസിന്റെ പ്രിന്റ് ചെയ്ത ഫ്ലെക്സ് ബോർഡുകൾ അടക്കം നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. മാധു, കൊച്ചിയുടെ കാര്യത്തിൽ വലിയ അനിശ്ചിതാവസ്ഥയാണ് രൂപപ്പെട്ടത്. മുഹമ്മദ് ഷിയാസിനായി അദ്ദേഹം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വിശ്വസ്തനാണ്, എറണാകുളം DCC അധ്യക്ഷനാണ്. മുഹമ്മദ് ഷിയാസിന്റെ പേരിന് വേണ്ടി വളരെ ശക്തമായ സമ്മർദ്ദമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. നേരത്തെ ചില സീറ്റുകളുടെ കാര്യത്തിൽ അദ്ദേഹം പേരുകൾ മുന്നോട്ട് വയ്ക്കുകയും ആ നോമിനികളുടെ പേരുകൾ തഴയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ കടുത്ത നിലപാട് കൊച്ചിയുടെ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചു. അതോടുകൂടി ഇപ്പോൾ കാര്യങ്ങൾ മുഹമ്മദ് ഷിയാസിന് അനുകൂലമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദീപ്തി മേരി വർഗീസിന്റെ പേര് നേരത്തെ KC വേണുഗോപാൽ മുന്നോട്ട് വെച്ചതാണ്. അവർക്ക് തയ്യാറെടുപ്പിന് നിർദ്ദേശവും വന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഫ്ലെക്സ് ബോർഡുകളും അവരുടെ പ്രചാരണ പോസ്റ്ററുകളും ഒക്കെ തയ്യാറാക്കി. അതിൽ പക്ഷേ ഏറ്റവും ഒടുവിൽ കാര്യങ്ങൾ അനുകൂലമല്ല എന്ന തിരിച്ചറിവ് അവർക്കുണ്ട്. അതിനുശേഷം അവ നിർത്തിവെക്കാൻ, ആ പ്രിന്റിംഗ് നിർത്തിവെക്കാൻ അവർ തന്നെ നിർദ്ദേശിക്കുന്ന സാഹചര്യവുമുണ്ട്. അവർക്കൊരു ക്ലെയിം ഉണ്ട് അനുകൂലമായി. രണ്ടുപേരും അർഹതയുള്ള നേതാക്കളാണ്. പക്ഷേ കൊച്ചിയുടെ കാര്യത്തിലാണ്, കൊച്ചി സീറ്റിലേക്കാണ് രണ്ടുപേരുടെയും പേര് ഒരുപോലെ വന്നത്. ഏറ്റവും ഒടുവിൽ പക്ഷേ അത് മുഹമ്മദ് ഷിയാസിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. മുഹമ്മദ് ഷിയാസിന് അനുകൂലമായ തീരുമാനമായിരിക്കും ഏറ്റവും ഒടുവിൽ CEC നിന്ന് പുറത്തു വരിക എന്നാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്ന കാര്യം. അതോടൊപ്പം തന്നെ ചെങ്ങന്നൂർ സീറ്റ് കൂടിയും ദീപ്തി മേരി വർഗീസിന് നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. പക്ഷേ ആ സീറ്റിലേക്ക് അവർ, എറണാകുളത്ത് സജീവമായി പ്രവർത്തിക്കുന്ന നേതാവാണ്, കൊച്ചി കോർപ്പറേഷനിൽ കൗൺസിലറാണ്, നേരത്തെ മേയർ പദവിയിലേക്ക് അവരും പരിഗണിച്ചിരുന്നു. പക്ഷേ അത് അവർക്ക് കിട്ടാതെ പോകുന്ന, അല്ലെങ്കിൽ അവർ തഴയപ്പെടുന്ന സാഹചര്യം കൊച്ചി കോർപ്പറേഷൻ മേയർ പദവിയുടെ കാര്യത്തിൽ കണ്ടതാണ്. സമാനമായൊരു സാഹചര്യം കൊച്ചി സീറ്റിന്റെ കാര്യത്തിലും രൂപപ്പെടുന്നു എന്നാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ട് പ്രധാനപ്പെട്ട പേരുകൾ, രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ അവർക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ വി.ഡി. സതീശന്റെ കടുത്ത സമ്മർദ്ദം അവഗണിക്കുക എന്നത് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അസാധ്യമായിരിക്കുന്നു. കാരണം മറ്റു ചില സീറ്റുകളുടെ കാര്യത്തിൽ വി.ഡി. സതീശന്റെ നിർദ്ദേശത്തിന് വഴങ്ങാൻ കൊച്ചിയിൽ അവസാന ചിത്രം തെളിയേണ്ടതുണ്ട്. ദീപ്തി മേരി വർഗീസും മുഹമ്മദ് ഷിയാസും രണ്ട് പേരുകളായി ഉയർന്നു വന്നു. അതിൽ ഷിയാസിന് അനുകൂലമായ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ ചെല്ലുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.